ദില്ലിയിൽ ശക്തമായ കാറ്റും മഴയും. കനത്ത കാറ്റിൽ മരം കടപുഴകി വീണു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായ ഹരിയാന, പഞ്ചാബ്, യു.പി. എന്നിവിടങ്ങളിലും ശക്തമായ മഴയാണ്. അബ്ദുൾ റഷീദ് ചേരുന്നു. അബ്ദുൾ റഷീദ്, എന്താണ് നിലവിലെ സ്ഥിതി? അസിത, ഇന്ന് രാത്രി 9 മണിയോട് കൂടിയാണ് ദില്ലിയിലും അതോടൊപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ശക്തമായിട്ടുള്ള മഴയും കാറ്റും ഉണ്ടായത്. ഈ കാറ്റിനെ തുടർന്ന് വിവിധ ഇടങ്ങളിൽ മരം കടപുഴകി വീഴുകയും പിന്നീട് നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ദില്ലിയിലെ ചില താഴ്ന്ന പ്രദേശങ്ങളിലും അതോടൊപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളായിട്ടുള്ള മറ്റു മേഖലകളിലും താഴ്ന്ന മേഖലകളിലും ഇപ്പോൾ വെള്ളക്കെട്ട് ഭീഷണിയും നേരിടുകയാണ്. എന്തായാലും ശക്തമായിട്ടുള്ള മഴയ്ക്കൊപ്പം ആലിപ്പഴ വർഷിച്ചതും വിവിധ വിമാന സർവീസുകളെ കാര്യമായി തന്നെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ദില്ലി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുന്ന വിവിധ ആഭ്യന്തരം അതോടൊപ്പം അന്താരാഷ്ട്ര വിമാന സർവീസുകൾ വൈകിയേക്കുമെന്നുള്ള വിവരമാണ് ഇപ്പോൾ വിമാന കമ്പനികൾ അടക്കം പുറത്തുവിട്ടിരിക്കുന്നത്. അതോടൊപ്പം ശ്രീനഗറിലേക്ക് പുറപ്പെട്ടിട്ടുള്ള ഒരു വിമാനത്തിന് മുകളിലേക്ക് ആലിപ്പഴം വർഷിച്ചത് വലിയ ഭീഷണി ഉയർത്തുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വിമാനം സുരക്ഷിതമായി തന്നെ ഇറക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോൾ കമ്പനി അറിയിച്ചിരിക്കുകയാണ്. ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ ഉണ്ടായിട്ടുള്ള ശക്തമായിട്ടുള്ള കാറ്റും മഴയിലും കാര്യമായിട്ടുള്ള പരിക്കുകളും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതോടൊപ്പം ദില്ലിയിലെ മെട്രോ സർവീസുകളും താൽക്കാലികമായിട്ട് നിർത്തിവെച്ചിരിക്കുകയാണ്. അതായത് നിസാമുദ്ദീൻ മുതൽ വിവിധ മേഖലകളിലേക്ക് പോകുന്ന പിങ്ക് ലൈനിൽ കേടുപാടുകൾ സംഭവിക്കുകയും വെള്ളക്കെട്ട് രൂപപ്പെട്ടതിന് പിന്നാലെ മെട്രോ സർവീസുകളും ഇപ്പോൾ താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. എന്തായാലും ദില്ലി, പഞ്ചാബ്, യു.പി. തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ശക്തമായിട്ടുള്ള കാറ്റും മഴയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, അബ്ദുൾ റഷീദ് വിവരങ്ങൾ നൽകിയത്.